ലോകാത്ഭുതം. അങ്ങനൊരു വാക്ക് കേൾക്കുമ്പോൾ ഒരു ഭാരതീയൻ എന്ന നിലയിൽ എൻ്റെ മനസ്സിൽ ആദ്യം തെളിയുന്നത് താജ്മഹലിൻ്റെ ചിത്രമാണ്. 7 ലോകാത്ഭുതങ്ങളിൽ ഒന്നാമതായി താജ്മഹൽ തിരഞ്ഞെടുക്കപ്പെടുന്നത് 2007-ലാണ്. ഇന്നും ലോകാത്ഭുതങ്ങളിൽ ഒന്ന് തന്നെയാണ് താജ്മഹൽ. എന്നാൽ താജ്മഹൽ എന്ന പേര് ഇന്ന് ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെടുന്നത് മറ്റൊരു വിഷയവുമായി ചേർന്നാണ്. അവർ വിളിക്കുന്ന പേര് താജ്മഹൽ എന്നല്ല, തേജോ മഹാലയ് എന്നാണ്. ഇന്ന് താജ്മഹൽ നിൽക്കുന്ന സ്ഥലത്ത് യുഗങ്ങൾക്ക് മുമ്പ് ഒരു മഹാശിവക്ഷേത്രം ഉണ്ടായിരുന്നു എന്നും ആ ശിവക്ഷേത്രം അറിയപ്പെട്ടിരുന്നത് തേജോ മഹാലയ് എന്ന പേരിലായിരുന്നു എന്നും. അതിൽ എന്തെങ്കിലും യാഥാർത്ഥ്യമുണ്ടായിരിക്കുമോ? എന്നാൽ ചരിത്രം മാറ്റിവെച്ച ചില തെളിവുകൾ സൂചിപ്പിക്കുന്നത് ഞെട്ടിക്കുന്ന വിവരങ്ങളാണ്. കയറിപ്പോരും ചങ്ങായിമാരെ, ബേപ്പൂർ സുൽത്താന്റെ ദുനിയാവിലേക്ക്. താജ്മഹലിൻ്റെ യഥാർത്ഥ ചരിത്രം അറിയാത്ത ആരും തന്നെ ഈ വീഡിയോ കാണുന്നുണ്ട് എന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. ഇനി അഥവാ അതിൽ തന്നെ അറിയാത്ത ചില കഥകളുണ്ട് എങ്കിൽ അത് പറയുന്നതിന് മുമ്പ് അറിയേണ്ട മറ്റു ചില വിഷയങ്ങളുണ്ട്. തേജോ മഹാലയ എന്ന ഗൂഢാലോചന സിദ്ധാന്തം യഥാർത്ഥത്തിൽ ആരംഭിക്കുന്നത് 2015-ലാണ് എന്നാണ് എൻ്റെ ചില അന്വേഷണങ്ങളിലൂടെ ഞാൻ മനസ്സിലാക്കുന്നത്. എന്നാൽ അതിനു മുമ്പ് ചില തയ്യാറെടുപ്പുകൾ നടന്നിട്ടുണ്ടായിരുന്നു. 2015 ആഗ്ര കോർട്ടിൽ 6 ലോയേഴ്സ് ചേർന്ന് ഒരു പെറ്റീഷൻ സമർപ്പിച്ചിരുന്നു. അതിൽ പറയുന്നു താജ്മഹൽ ഒരു ഹിന്ദു ശിവക്ഷേത്രമാണ് എന്നും കോടതിയുടെ സമ്മതത്തോടുകൂടി ഹിന്ദുക്കൾക്ക് അവിടെ ആരാധിക്കാനുള്ള അനുമതി നൽകണം എന്നും. ഹരിശങ്കർ ജെയിൻ എന്ന ലോയറായിരുന്നു അതിന് നേതൃത്വം വഹിച്ചത്. ആ പെറ്റീഷനിൽ പറയുന്നു രാജ പരമാർദി ദേവ് 1212 അവിടെ നിർമ്മിച്ച മഹാശിവക്ഷേത്രമായിരുന്നു തേജോ മഹാലയ എന്നും അത് നൂറ്റാണ്ടുകളായി കൈമാറി 17-ാം നൂറ്റാണ്ടിൽ രാജ മാൻസിംഗിലേക്ക് വന്നെത്തി എന്നും. ശേഷം അദ്ദേഹത്തിൻ്റെ പൗത്രനായ രാജ ജയ്സിംഗിലേക്ക് ക്ഷേത്രം ചെന്നെത്തുകയായിരുന്നു. 1632-ൽ ഷാജഹാൻ ക്ഷേത്രമടങ്ങുന്ന ഈ ഒരു ഭൂമി കൈക്കലാക്കുകയായിരുന്നു എന്നാണ് പെറ്റീഷനിൽ വിശദീകരിക്കുന്നത്. ബാക്കി കാര്യങ്ങൾ നമുക്ക് ഊഹിക്കാവുന്നതേ ഉള്ളൂ. അതായത് ഷാജഹാൻ തൻ്റെ ഭാര്യയായ മുംതാസിൻ്റെ മരണത്തിന് ശേഷം ഈ ക്ഷേത്രം തകർത്ത് അവിടെ ഒരു ശവകുടീരം പണിയുകയായിരുന്നു. ഇന്ന് നമ്മൾ കാണുന്ന താജ്മഹലാണ് ആ ശവകുടീരം. അങ്ങനെയും ചില കഥകൾ പരക്കുന്നുണ്ട്. അതിൽ എന്തെങ്കിലും യാഥാർത്ഥ്യമുണ്ടായിരിക്കും. ആ ഒരു പെറ്റീഷനെ തുടർന്ന് കോടതി കേന്ദ്ര ഗവൺമെന്റിനും ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യക്കും മറ്റ് അനുബന്ധ സ്ഥാപനങ്ങൾക്കും ഈ ഒരു വാദത്തെക്കുറിച്ചുള്ള കൃത്യമായ വിശദീകരണത്തിനും മറുപടിക്കും വേണ്ടിയുള്ള ഉത്തരവ് നൽകിയിരുന്നു. ആ ഒരു ഉത്തരവിൻ്റെ ഭാഗമായി കേന്ദ്ര ഗവൺമെന്റ് നൽകിയ വിശദീകരണത്തിൽ പറയുന്നു ഈ ഒരു വാദത്തിൽ യാതൊരുവിധ കഴമ്പുമില്ല എന്ന്. ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യ കൃത്യമായി നൽകിയ വിശദീകരണത്തിൽ പറയുന്നുണ്ട് താജ്മഹൽ ഒരു ശവകുടീരം മാത്രമാണ് എന്നും അത് കാലങ്ങൾക്ക് മുമ്പ് ഒരു മഹാശിവക്ഷേത്രമായിരുന്നു എന്നതിൻ്റെ യാതൊരുവിധ തെളിവുകളും ഇന്നുവരെ ലഭിച്ചിട്ടില്ല എന്നും. വർഷങ്ങൾക്ക് ശേഷം 2022-ൽ താജ്മഹൽ വീണ്ടും വിവാദത്തിലേക്ക് വന്നെത്തിയിരുന്നു. അതിൽ പറയുന്നത് ഇങ്ങനെയാണ്: കാലങ്ങൾക്ക് മുമ്പേ ഒരു മഹാശിവക്ഷേത്രമായിരുന്ന താജ്മഹലിൻ്റെ തെളിവുകൾ താജ്മഹലിനുള്ളിൽ തന്നെ ഒളിഞ്ഞിരിക്കുന്നു എന്ന്. അതായത് താജ്മഹലിൻ്റെ ബേസ്മെൻറ്റിൽ കാലങ്ങളായി പൂട്ടിയിട്ടിരിക്കുന്ന 22ഓളം മുറികളുണ്ട്. ആ മുറികൾക്കുള്ളിൽ അതിനുള്ള തെളിവുകൾ കൃത്യമായി ഒളിപ്പിച്ചു വെച്ചിരിക്കുന്നു എന്ന്. അങ്ങനെ ഒരു വാദം ഉന്നയിക്കുന്നത് അയോധ്യയിലെ BJP മീഡിയ ഇൻചാർജായിരുന്ന രജനീഷ് സിംഗ് ആയിരുന്നു. അങ്ങനൊരു വാദം അദ്ദേഹം ഉന്നയിക്കാനുള്ള കാരണം രാഷ്ട്രീയം മാത്രമായിരുന്നു എന്നതിൽ സംശയമുണ്ട്. കാരണം ആ 22 മുറികളെക്കുറിച്ച് വർഷങ്ങൾക്ക് മുൻപും ചോദ്യങ്ങൾ ഉയർന്നിട്ടുണ്ട്. ഷാജഹാൻ തൻ്റെ ഭാര്യയ്ക്കായി ഒരു ശവകുടീരമാണ് പണിതത് എങ്കിൽ അതിനെന്തിനാണ് ഇത്രയും രഹസ്യ സ്വഭാവമുള്ള വാതിലുകൾ? മാർബിളിന് താഴെയുള്ള രഹസ്യ ചെങ്കലിനടിയിൽ 1000ഓളം മുറികളുണ്ട് എന്നാണ് പലരും വിശ്വസിക്കുന്നത്. അതിൻ്റെ തുടക്കം 1989-ലാകാനുള്ള സാധ്യതയുണ്ട്. ആ വർഷം ഒരു പുസ്തകം പ്രസിദ്ധീകരിക്കപ്പെട്ടിരുന്നു. ആ പുസ്തകത്തിൻ്റെ പേരാണ് താജ്മഹൽ ദ ട്രൂ സ്റ്റോറി ദ ടെയിൽ ഓഫ് എ ടെമ്പിൾ. PN ഓക്ക് എന്നറിയപ്പെടുന്ന പുരുഷോത്തം നാഗേഷ് ഓക്കിൻ്റെ പുസ്തകം. അതിൽ അദ്ദേഹം വിശദീകരിക്കുന്ന ഒരു കാര്യമുണ്ട്. യുഗങ്ങൾക്ക് മുമ്പ് താജ്മഹൽ എന്ന് നിന്നിരുന്ന സ്ഥലത്ത് ഒരു മഹാശിവക്ഷേത്രമായിരുന്നു എന്നും ആ ക്ഷേത്രം തകർത്താണ് താജ്മഹൽ നിർമ്മിച്ചത് എന്നും ഇന്നും താജ്മഹലിനുള്ളിൽ അതിനുള്ള തെളിവുകൾ ഒളിഞ്ഞിരിക്കുന്നുണ്ട് എന്നും അത് മനഃപൂർവ്വം ജനങ്ങളിൽ നിന്നും ചിലർ മറയ്ക്കുകയാണ് എന്നും. ഷാജഹാൻ തൻ്റെ ഭാര്യയായ മുംതാസിൻ്റെ മരണത്തിന് ശേഷം
അവരുടെ ഓർമ്മയ്ക്കായി പ്രണയപൂർവ്വം നിർമ്മിച്ച ഒരു ശവകുടീരമാണ് താജ്മഹൽ എന്നത് ചരിത്രത്തെ മറയ്ക്കുവാൻ വേണ്ടി ആരൊക്കെയോ കൃത്രിമമായി സൃഷ്ടിച്ച വെറും കെട്ടുകഥ മാത്രമാണ് എന്നതാണ് PN ഓക്കിൻ്റെ വാദം. ആ കെട്ടുകഥ ഞാൻ ഒരിക്കൽ കൂടി വിശദീകരിക്കാം. ഷാജഹാൻ, ആ ഒരു പേരിൻ്റെ അർത്ഥം ചക്രവർത്തി അഥവാ ലോകത്തിൻ്റെ തന്നെ രാജാവ് എന്നാണ്. അത് അദ്ദേഹത്തിൻ്റെ യഥാർത്ഥ പേരല്ല, അതൊരു രാജനാമം മാത്രമാണ്. അദ്ദേഹത്തിൻ്റെ യഥാർത്ഥ പേര് ഖുർറാം എന്നായിരുന്നു. മുംതാസ് മഹൽ അഥവാ അർജുമൻ ഭാനു ബീഗം, ഷാജഹാന്റെ 7 ഭാര്യമാരിൽ 3ാമത്തെ ഭാര്യ. തൻ്റെ പത്നിമാരിൽ ഏറ്റവും പ്രിയപ്പെട്ടവളായിരുന്നു ഷാജഹാന് മുംതാസ്. അദ്ദേഹത്തിൻ്റെ 16 കുട്ടികളിൽ 14 എണ്ണത്തിനെയും പ്രസവിച്ചത് മുംതാസ് ആയിരുന്നു. മുംതാസിനെ സ്വന്തമാക്കാനായി ഷാജഹാൻ മുംതാസിന്റെ ആദ്യ ഭർത്താവിനെ കൊന്നിരുന്നുവെന്നും മുംതാസിന്റെ മരണത്തിനു ശേഷം മുംതാസിന്റെ അനുജത്തിയെ ഷാജഹാൻ വിവാഹം കഴിച്ചിരുന്നു എന്നും കഥകളുണ്ട്. അതെല്ലാം അവരുടെ പേഴ്സണൽ മാറ്റേഴ്സ്, അത് നമ്മുടെ വിഷയമല്ല. അങ്ങനെ 1961 മുംതാസ് മരണപ്പെടുകയായിരുന്നു. മുംതാസിന്റെ വിയോഗം ഷാജഹാനെ തന്നെ ഇല്ലാതാക്കി. തൻ്റെ പ്രിയതമയ്ക്ക് വേണ്ടി ഒരു മനോഹരമായ കുടീരം തന്നെ സൃഷ്ടിക്കണം എന്നതായിരുന്നു ഷാജഹാന്റെ ആഗ്രഹം. അതിനായി ലോകത്തിലെ തന്നെ ഏറ്റവും മഹാനായ ആർക്കിടെക്റ്റിനെ അദ്ദേഹം കണ്ടെത്തി, ഉസ്താദ് അഹമ്മദ് ലാഹോറി. ആ ശവകുടീരം പണിയാനുള്ള മാർബിളുകളും രക്തക്കല്ലുകളും പല രാജ്യങ്ങളിൽ നിന്നും ആഗ്രയിലേക്ക് എത്തിയത് 1000 ആനകളിലൂടെയാണ്. ചൈനയിൽ നിന്നും, ശ്രീലങ്കയിൽ നിന്നും, നേപ്പാളിൽ നിന്നും, അറേബ്യൻ രാജ്യങ്ങളിൽ നിന്നുമെല്ലാം ആ ശവകുടീരത്തെ ഒരു കൊട്ടാരം പോലെ ഒരുക്കാനുള്ള വസ്തുക്കളെത്തി. 22 വർഷങ്ങൾ കൊണ്ടാണ് താജ്മഹൽ പണി കഴിപ്പിച്ചത്. അതിനായി 1,50,000 തൊഴിലാളികൾ അഹോരാത്രം ജോലി ചെയ്തിരുന്നതായും പറയപ്പെടുന്നു. അതിലും മനോഹരമായൊരു നിർമ്മിതി ഇനി ഒരിക്കലും ഉണ്ടാകാൻ പാടില്ല എന്ന നിർബന്ധം ഷാജഹാൻ ഉണ്ടായിരുന്നത്രേ. അതുകൊണ്ട് തന്നെ തൻ്റെ പ്രണയിനിക്കായി പ്രണയപൂർവ്വം നിർമ്മിച്ച പ്രണയോപഹാരത്തിൻ്റെ പണി കഴിഞ്ഞ പാട് ആ 25,000 പണിക്കാരുടെ കൈപ്പത്തികൾ അദ്ദേഹം അറുത്തുമാറ്റിയതായാണ് കഥകൾ പറയുന്നത്. ഇതെല്ലാം യഥാർത്ഥ ചരിത്രത്തിൽ നടന്ന ചില പ്രധാന സംഭവങ്ങളെ മറയ്ക്കാൻ വേണ്ടി മനഃപൂർവ്വം കെട്ടിച്ചമച്ച വെറും കഥകൾ മാത്രമാണ് എന്ന് വാദിക്കുന്ന PN ഓക്ക് വിശദീകരിക്കുന്നു. താജ്മഹൽ എന്ന ശവകുടീരത്തിന് എങ്ങനെയാണ് മഹൽ എന്ന പേര് വന്നത് എന്ന്. മഹൽ എന്നാൽ കൊട്ടാരം എന്ന അർത്ഥം വരുന്ന ഒരു വാക്കാണ്. അതെങ്ങനെയാണ് ഒരു ശവകുടീരത്തിന് ചേരുക? മുംതാസ് മഹൽ എന്ന പേരിൽ നിന്നുമാണ് മഹൽ എന്ന വാക്കെടുത്തത് എന്നാണ് വാദിക്കുന്നത് എങ്കിൽ മുംതാസിന് അങ്ങനൊരു പേരുണ്ടായിരുന്നില്ല. മുംതാസ് അറിയപ്പെട്ടിരുന്നത് മുംതാസ് അൽ സമനി എന്ന പേരിലായിരുന്നു, മുംതാസ് മഹൽ എന്ന പേരിലായിരുന്നില്ല എന്നും PN ഓക്ക് വിശദീകരിക്കുന്നു. യഥാർത്ഥത്തിൽ താജ്മഹൽ എന്ന പേര് വന്നത് ആ കെട്ടിടത്തിന് മുമ്പേ അവിടെയുണ്ടായിരുന്ന തേജോ മഹാലയ് എന്ന മഹാശിവക്ഷേത്രത്തിൻ്റെ പേരിൽ നിന്നുമാണ് എന്നാണ് അദ്ദേഹത്തിൻ്റെ വാദം. അന്ന് ജയ്പൂർ ഭരിച്ചിരുന്ന രാജ ജയ്സിംഗിൽ നിന്നും ഷാജഹാൻ ആ ക്ഷേത്രമടങ്ങുന്ന സ്ഥലം തട്ടിയെടുക്കുകയായിരുന്നു എന്നും ചരിത്രമറിയാവുന്ന കലാകാരന്മാർ ഭാവിയിലെ മനുഷ്യർക്കായി അത് രഹസ്യമായി താജ്മഹലിൽ തന്നെ ഒളിപ്പിച്ചതായും വിശദീകരിക്കുന്നുണ്ട്. അതിലൊരു ഉദാഹരണം മാത്രമേ മാർബിളിൽ കൊത്തിവെച്ച പൂക്കളിൽ ഒളിപ്പിച്ച ഓം ചിഹ്നം. താജ്മഹൽ മിനാരങ്ങൾക്ക് മുകളിൽ കാണുന്ന ചന്ദ്രക്കലയ്ക്ക് നടുവിലൂടെ നീങ്ങുന്ന ആ കൂർത്ത ഭാഗം സൂചിപ്പിക്കുന്നത് ഭഗവാൻ ശിവന്റെ തൃശൂലത്തെയാണത്രേ. PN ഓക്കിന്റെ പുസ്തകങ്ങളിലൂടെ വിശദീകരിക്കുന്ന വിവിധ തരം വാദങ്ങളാണ് ഇന്നത്തെ വിവാദങ്ങളുടെ ഊർജം. അതുകൊണ്ട് തന്നെയാണ് താജ്മഹലിന്റെ അടിത്തട്ടിലെ കാലങ്ങളായി പൂട്ടിയിട്ട 22 മുറികൾ തുറന്നു കാണണമെന്ന് പലരും വാദിക്കുന്നത്. ആ മുറികൾ തുറന്നാൽ ലോകാത്ഭുതങ്ങളിൽ ഒന്നായ താജ്മഹൽ എന്നേക്കുമായി ഇല്ലാതാകുമോ? പത്മനാഭസ്വാമി ക്ഷേത്രത്തിലെ B നിലവറ പോലെ രഹസ്യങ്ങളുടെ ഒരു കലവറയായിരിക്കുമോ ആ 22 നിലവറകൾ? അങ്ങനെ ചിന്തിച്ചു തുടങ്ങാൻ വരട്ടെ. ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യയുടെ വിശദീകരണത്തിൽ അങ്ങനെ കാലങ്ങളായി പൂട്ടിയിട്ട മുറികളൊന്നും തന്നെ താജ്മഹലിലില്ല. കൃത്യമായ ആഴ്ചകൾക്കും മാസങ്ങൾക്കും ഇടയിൽ വൃത്തിയാക്കപ്പെടുന്നവയാണ് ബേസ്മെൻറ്റും മറ്റു മുറികളും. ജനങ്ങൾക്ക് മുമ്പിൽ തുറന്നു കൊടുക്കാത്ത ഏതാനും മുറികളുണ്ട്. അതിന് കാരണം അവിടെ വിനോദസഞ്ചാരികൾക്ക് ആസ്വദിക്കാൻ തക്ക കൊത്തുപണികൾ ഒന്നും തന്നെ ഇല്ലാത്തതുകൊണ്ടാണ് എന്നും അവർ വിശദീകരിക്കുന്നു. പല ചിത്രങ്ങളിലും കാണുന്ന ആ 22 വാതിലുകൾ 22 മുറികളുടെ വാതിലുകൾ അല്ല എന്നും അതൊരൊറ്റ വരാന്തയുടെ വാതിലുകളാണ് എന്നും അവർ വിശദീകരിക്കുന്നു. പലപ്പോഴും വായു സഞ്ചാരത്തിന് വേണ്ടി അത്തരം വാതിലുകൾ തുറക്കാറുണ്ട് എന്നും അവർ പറയുന്നു. ശരി, താജ്മഹലിനുള്ളിൽ അങ്ങനെ തെളിവുകളില്ല എന്ന് തന്നെ ഇരിക്കട്ടെ. അതിനർത്ഥം താജ്മഹലിനടിയിൽ ശിവക്ഷേത്രമില്ല എന്നല്ലല്ലോ. ആ വാദത്തിന് ഒരു ചെറിയ കുഴപ്പമുണ്ട്. കാരണം ഭൂമിക്കടിയിൽ എന്തൊക്കെയുണ്ട് എന്ന് നമുക്കറിയാൻ സാധിക്കില്ല. ചിലപ്പോൾ താജ്മഹലിനടിയിൽ ഒരു ക്ഷേത്രം ഉണ്ടായേക്കാം. അതിനടിയിലോ? 1212 ക്ഷേത്രം നിർമ്മിച്ചത് എന്നാണ് ചരിത്രം പറയുന്നത്. പക്ഷേ ചരിത്രം ആരംഭിക്കുന്നത് 1212 എത്രത്തോളം നമ്മൾ കുഴിക്കുന്നോ അത്രത്തോളം നമ്മുടെ ചരിത്രം മാറിക്കൊണ്ടേയിരിക്കും. അങ്ങനെ ഒരു അന്വേഷണം നടക്കണമെങ്കിൽ
അതിന് കൃത്യമായ തെളിവുകൾ വേണം. ഇവിടെ ക്ഷേത്രമുണ്ടായിരുന്നുവെന്ന് വാദിക്കുന്ന ചിലർ പറയുന്ന ചില വിഷയങ്ങളുണ്ട്. അതായത് രാജാ ജയ്സിംഗിൻ്റെ കയ്യിൽ നിന്നും ഷാജഹാൻ തട്ടിയെടുത്തതാണ് ക്ഷേത്രമടങ്ങുന്ന ഈ സ്ഥലം എന്ന്. എന്നാൽ ജയ്പൂരിലെ മ്യൂസിയത്തിലെ ചില ഡോക്യുമെന്റ്സ് വിശദീകരിക്കുന്നതനുസരിച്ച് 4 കൊട്ടാരങ്ങൾക്ക് വേണ്ടി ക്ഷേത്രമടങ്ങുന്ന ഈ ഒരു സ്ഥലം രാജാ ജയ്സിംഗ് ഷാജഹാന് മറിച്ചു വിറ്റതാണ് എന്നതാണ്. അതായത് സ്വന്തമായി വാങ്ങിയ സ്വന്തം പേരിലുള്ള ഒരു സ്ഥലത്ത് ഭാര്യയ്ക്ക് വേണ്ടി ഒരാൾ ഒരു ശവകുടീരം സൃഷ്ടിച്ചാൽ അതെങ്ങനെയാണ് തെറ്റായി മാറുന്നത്? ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യയുടെ ഭാഗത്തു നിന്നും ഇന്ന് വരെ ഈ ഒരു വിഷയത്തിന് അനുകൂലമായൊരു റിപ്പോർട്ട് വന്നിട്ടില്ല. 2017 തന്നെ ഈ ഒരു വിഷയം അവർ പൂർണ്ണമായും തള്ളിക്കളഞ്ഞതാണ്. പക്ഷേ അന്വേഷിച്ചാൽ അങ്ങനെ പലതും നമുക്ക് കണ്ടെത്താൻ സാധിക്കും. അതെല്ലാം വാർത്തകൾക്ക് വേണ്ടി പല മാധ്യമങ്ങളും കെട്ടിച്ചമയ്ക്കുന്ന വെറും കെട്ടുകഥകൾ മാത്രമാണ്. എങ്കിലും താജ്മഹലിൽ കൊത്തിവെച്ച പൂവിൽ ഓംകാരം കാണുന്നത് എന്തുകൊണ്ടാണ്? അതേ ഓംകാരം ഒന്ന് ശ്രമിച്ചാൽ നിങ്ങൾക്ക് ഓറിയോ ബിസ്ക്കറ്റിലും കാണാൻ സാധിക്കും. ആൻഡ് ദാറ്റ്സ് കോൾഡ് പാരൈഡോലിയ. എല്ലാം ശരി തന്നെ. പക്ഷേ PN ഓക്ക് എന്ന ഹിസ്റ്റോറിയൻ അങ്ങനെ വെറുതെ പുസ്തകങ്ങളിൽ എഴുതി ചേർക്കുമോ? അദ്ദേഹത്തിൻ്റെ വാദങ്ങളാണ് പലപ്പോഴും വിവാദങ്ങൾക്ക് കാരണമാകുന്നത്. അവരോടായി പറയാം, PN ഓക്ക് എന്ന വ്യക്തി ഒരു ഹിസ്റ്റോറിയൻ എന്നതിനേക്കാൾ അറിയപ്പെട്ടിരുന്നത് ഒരു മിത്തോറിയൻ എന്ന പേരിലായിരുന്നു. പലരും ചരിത്രം കണ്ടെത്തിയത് ഗവേഷണങ്ങളിലൂടെയാണ് എങ്കിൽ PN ഓക്ക് ചരിത്രം കണ്ടെത്താൻ ശ്രമിച്ചത് ചില വാക്കുകളുടെ ഉച്ചാരണത്തിലൂടെയായിരുന്നു. ഉദാഹരണമായി ക്രിസ്ത്യാനിറ്റിയുടെ ചരിത്രം അദ്ദേഹം വിശദീകരിച്ചത് കൃഷ്ണനീതി എന്നാണ്. അതായത് ജീസസ് ഒരു കൃഷ്ണഭക്തനായിരുന്നു എന്നും കൃഷ്ണനിൽ നിന്നും പലതും ജീസസ് പഠിച്ചിരുന്നുവെന്നും PN ഓക്ക് വിശദീകരിച്ചിട്ടുണ്ട്. അതുപോലെ പല വാക്കുകൾക്കും സംസ്കൃതം വാക്കുകളുമായി സാമ്യം കണ്ട് അതിൻ്റെ ചരിത്രം കണ്ടെത്താൻ അദ്ദേഹം പ്രഗത്ഭനായിരുന്നു. അങ്ങനെയായിരിക്കാം തേജോ മഹാലയ എന്ന വാക്ക് താജ്മഹലിൽ നിന്നും അദ്ദേഹം കണ്ടെത്തിയത്. പറയുമ്പോൾ എല്ലാം പറയണമല്ലോ. അദ്ദേഹം പറഞ്ഞതുപോലെ തന്നെ ഷാജഹാന്റെ കഥയിൽ ചില തിരുത്തുകൾ സംഭവിച്ചിട്ടുണ്ട്. മറ്റൊന്നുമല്ല, താജ്മഹലിന്റെ പണി കഴിഞ്ഞ് ആ പണിക്കാരുടെ കൈപ്പത്തിയെല്ലാം ഷാജഹാൻ വെട്ടിമാറ്റിയെന്ന കഥ എഴുതി ചേർത്തത് തന്നെയായിരിക്കും. കാരണം അതിനും കൃത്യമായ തെളിവുകളുണ്ട്. മറ്റൊന്നുമല്ല, 25,000 പണിക്കാരുടെ കൈപ്പത്തി അവിടെ വെട്ടിമാറ്റപ്പെട്ടുവെങ്കിൽ ഒരസ്ഥികൂടമെങ്കിലും കൈപ്പത്തിയില്ലാത്തത് നമുക്ക് കണ്ടെത്താൻ സാധിക്കണമായിരുന്നു. അങ്ങനൊന്നും നമ്മൾ കണ്ടെത്തിയിട്ടില്ല. അതുമാത്രമല്ല, ഒരു കൈപ്പത്തി മാത്രം പോലും നമുക്ക് കണ്ടെത്താൻ സാധിച്ചിട്ടില്ല. ചരിത്രത്തിന് അങ്ങനൊരു കുഴപ്പമുണ്ട്. പലപ്പോഴും നമ്മൾ കേൾക്കുന്ന ചരിത്രം മറ്റുള്ളവരുടെ കാഴ്ചപ്പാടായിരിക്കും. ഇന്ന് നമ്മൾ ജീവിക്കുന്ന ഈ ജീവിതം നാളെ നമ്മുടെ ചരിത്രമായി മാറുമ്പോൾ അത് നമ്മൾ ജീവിച്ചു തീർത്ത ജീവിതം തന്നെയായിരിക്കും. അല്ല, അത് മറ്റുള്ളവർ ഒരേ സ്വരത്തിൽ പറയുന്ന അവരുടെ കാഴ്ചപ്പാടുകൾ മാത്രമായിരിക്കും. നമ്മൾ ജീവിച്ചു തീർത്ത നമ്മുടെ ചരിത്രം നമ്മളോടൊപ്പം തന്നെ ഇല്ലാതാവും. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. സുൽത്താൻ എപ്പോഴും പറയുന്നത് പോലെ സബ്സ്ക്രൈബുകൾ കൂമ്പാരമാകുമ്പോൾ പരിപാടി ഗംഭീരമാകും. അതുകൊണ്ട് സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത വീഡിയോയ്ക്ക് വേണ്ടി കാത്തിരിക്കുക. അതുവരെ